അസ്സലാമു വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ വീട്ടിലുള്ള ബെഡ്റൂം ചെറിയ രീതിയിലൊന്ന് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കുന്നൊരു വീഡിയോ ആണ്. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം നല്ലൊരു ഡീപ്പ് ക്ലീനിങ്ങിനോ അല്ലാന്നുണ്ടെങ്കിൽ അറേഞ്ച്മെൻറ്റ്സിനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സമയം കിട്ടിയിട്ടില്ല എന്നല്ല, വന്നിട്ട് കുറച്ച് ദിവസം സുഖമില്ലാതായി, വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുറച്ച് കാര്യങ്ങൾക്കൊന്നും നമ്മൾ അത്രയും എന്താ പറയുക സമയം എടുത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ വിട്ടിട്ടാണ് നമുക്ക് യൂസ് ആക്കാനായിട്ട് അത്യാവശ്യം എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത്. അപ്പം ഇന്നത്തെ ദിവസം ഞാൻ എന്തായാലും മക്കളൊക്കെ ഒന്ന് സ്കൂളിൽ പോയപ്പം ഡീപ്പ് ക്ലീനിങ്ങിന് ഇറങ്ങിയതാണ്. എല്ലാം കൂടിയിട്ട് നമ്മളിങ്ങനെ ഒരു ദിവസം അങ്ങോട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അത് കഴിയില്ല. പിന്നെ നമ്മൾ അത്രയും ടെൻഷൻ അടിച്ചിട്ടും ഒക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ടി വരും. അപ്പം അതിന് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓരോരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ സൈഡിലൊരു ചെയറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചെയറും അതുപോലെ തന്നെ ബെഡിലുള്ള പില്ലോ ഒക്കെ പുതപ്പും എല്ലാം കൂടിയിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നല്ല പൊടിയൊക്കെ ഉണ്ടാവും. പിന്നെ ഈ ഒരു വിൻഡോ സൈഡിൽ നിന്നാണെങ്കിൽ എന്തായാലും നല്ല പൊടിയൊക്കെ ഉള്ളിലേക്ക് വരുന്നൊരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ വേഗം തന്നെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നുള്ളത് ഈ ഒരു ടേബിളാണ്. അപ്പം ഞാൻ ഈ ടേബിൾ ഒരു സൈഡിലേക്ക് അങ്ങോട്ട് നീക്കിയിടുന്നുണ്ട് കേട്ടോ. ഞാൻ എന്താണ് വിചാരിക്കണമെന്ന് വെച്ചാൽ ഈ ടേബിളും അതേപോലെ തന്നെ കട്ടിലൊക്കെ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിടാന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ബെഡ്റൂമിലുള്ള കട്ടിലായാലും അല്ലാന്നുണ്ടെങ്കിൽ ഹാളിലുള്ള സോഫയാണെങ്കിലും ഇടയ്ക്കൊന്ന് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബൊക്കെയാണ് കേട്ടോ, എനർജിയൊക്കെയാണ്. നമ്മളെന്നും ഒരൊറ്റ സ്ഥലത്ത് തന്നെ ഇതിങ്ങനെ ഇടുകയെന്നുണ്ടെങ്കിൽ കുറേ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് എന്തോ ഒരു മൈൻഡൊക്കെ ഇതായിട്ട് പോകും. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിടുക. അങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ എന്താ പറയുക നമ്മൾ റൂമൊക്കെ ഒന്ന് വലുതായ പോലെയൊക്കെ ഇങ്ങനെ തോന്നും കേട്ടോ, ഒന്നും കൂടെ ഒന്ന് സ്പേസൊക്കെ വന്ന പോലെ തോന്നും. അപ്പോൾ ഞാൻ എപ്പോഴും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കട്ടിലായാലും മറ്റേ സോഫ ആയാലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ തിരിച്ചിടും കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കാൻ പോകാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി വേറൊരു ദിവസം സമയമൊക്കെ ഒന്ന് കളയണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ എന്തായാലും അതും കൂടെ ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടേബിൾ നീക്കിയപ്പോൾ ആ ഒരു സൈഡിൽ ഇങ്ങനെ ചെറിയൊരു പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നൊരു ബ്രഷ് വെച്ചിട്ട് അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം പിന്നെ കട്ടിലൊക്കെ ഒന്ന് നീക്കിയിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്നൊരു സ്പേസിലാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്തിടാനായിട്ട് പോണത്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു അക്കോമഡേഷനിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് പെയിൻറ്റ് അടിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ വോളിൽ എന്തെങ്കിലുമൊക്കെ തൂക്കാനായിട്ട് നമ്മൾ ആണിയൊക്കെ തെറിക്കുമല്ലോ. അപ്പോൾ അതൊന്നും പറ്റില്ല. കാരണം നമുക്കിവിടെ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ അത് നോക്കിയിട്ട് വേണോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ പതുക്കെ ആ കട്ടിലൊന്ന് നീക്കിയിടുന്നുണ്ട്. കുറച്ച് വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എളുപ്പം പറ്റണില്ല കേട്ടോ. കട്ടിൻ്റെ അടിയിലായിട്ട് ഞാൻ ഇതുപോലെ ആ ഒരു ഫാൻ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മളിതിങ്ങനെ കട്ടിൽ നീക്കുന്ന സമയത്ത് അതിങ്ങനെ പുറത്തേക്ക് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു സൈഡ് നീക്കിയിട്ട് ഇടാണ്. അപ്പം ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത് നമ്മൾ ആദ്യം കാണിച്ചില്ല ആ ഒരു വീഡിയോയിൽ, അതിൽ ഈ ഒരു കട്ടിൽ ഈ ഒരു സൈഡിലേക്കൊക്കെ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കട്ടിൽ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സൈഡ് ടേബിളൊക്കെ ഇടാന്നാട്ടോ വിചാരിക്കുന്നത്. എത്ര ക്ലീൻ ചെയ്താലും അല്ലാന്നുണ്ടെങ്കിൽ ദിവസം തുടച്ച് കഴിഞ്ഞാൽ എവിടുന്നാന്നറിയില്ല ഇങ്ങനെ പഞ്ഞി പോലെ ഇങ്ങനെ ഒരു മാറാലുണ്ടല്ലോ, അതിങ്ങനെ വരും കേട്ടോ. അത് എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും അതിങ്ങനെ. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസം നോക്കാത്തതുകൊണ്ട് അതിൻ്റേതായ പൊടി കുറച്ച് കൂടുതലും ഉണ്ടാവും. അപ്പോൾ പിന്നെ ഇതൊക്കെ അങ്ങോട്ട് സൈഡിലേക്ക് നീക്കിയിടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കട്ടിൽ അവിടെ നിന്ന് നേരെ തിരിച്ചിട്ട് അതിന് ഓപ്പോസിറ്റായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ചെയ്യാനായിട്ട് പോണത് ആ രണ്ട് സൈഡ് ടേബിൾ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ഇതുപോലെ ആ ഒരു കട്ടിലിൻ്റെ സൈഡിലേക്ക് ഇടാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുകളിലുള്ള ഈ ഒരു ലാമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അത് നീക്കിയിട്ട് ആ ഒരു കട്ടിലിൻ്റെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ വീട് എപ്പോഴും ഒന്ന് നീറ്റായിട്ടും ക്ലീനായിട്ടും അതേപോലെ തന്നെ അറേഞ്ച് ചെയ്തിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു വൈബും കാര്യങ്ങളൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ വീടിനെ ഇഷ്ടപ്പെടുക, അല്ലാന്നുണ്ടെങ്കിൽ സ്നേഹിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര വലിയ വീടായിക്കോട്ടെ, ചെറിയ വീടായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ വാടക വീടായിക്കോട്ടെ, എന്തെന്നെ ആയിക്കോട്ടെ, നമ്മൾ വീടിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് എപ്പോഴും ഇതുപോലെ ഇങ്ങനെ വീട് അറേഞ്ച് ചെയ്തിടാനും അതുപോലെ തന്നെ ക്ലീൻ ചെയ്തിടാനൊക്കെ ഇങ്ങനെ തോന്നും. അപ്പോൾ പിന്നെ ഞാൻ ആ രണ്ട് സൈഡ് ടേബിളും കട്ടിലിൻ്റെ രണ്ട്
സൈഡിലേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ആ ഒരു കട്ടിൽ നീക്കിയിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് അടിച്ച് വാരി ക്ലീൻ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് പിന്നെ ഞാൻ ആ ഒരു ടാബിൾ ഈ ഒരു മിററിൻ്റെ സൈഡിലേക്ക് ഇട്ടിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ ഒരു വൃത്തിയായിട്ട് പോലെ തോന്നി, കാണാനും ഭംഗിയുണ്ട്. ഇതുപോലെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു സമയത്ത് ഇതുപോലെ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് നേരെ തിരിച്ചിട്ടതാണ്. പിന്നെ ഞാൻ ഈ ഒരു അടിച്ചു വാരലും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ആ ഒരു ടേബിളായാലും മിററായാലും എല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടിച്ചു വാരുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് പൊടി ഉണ്ടാവും. അപ്പോൾ ആ ഒരു പൊടി നമ്മൾ എത്ര തുടച്ചിട്ട് കഴിഞ്ഞാലും അടിച്ചു വാരുന്ന സമയത്ത് നമ്മൾ തുടച്ച ഭാഗത്തേക്ക് ആവൂട്ടാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതുപോലെ അടിച്ചു വാരലെല്ലാം കഴിഞ്ഞിട്ട് വേണം മിററായാലും ടേബിളായാലും എല്ലാം ക്ലീൻ ചെയ്തിടാനായിട്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ആ ഒരു സൈഡ് ടേബിൾ ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് എന്താ പറയുക ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അതിതുപോലൊരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് അതിൽ കുറച്ച് ലിക്വിഡൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഡെറ്റോളിൻ്റെ ഒരു ലിക്വിഡാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിൽ കുറച്ച് നമ്മളുടെ എന്താ പറയുക ഡിഷ് വാഷും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊരു ലിക്വിഡാക്കി എടുത്തേക്കാണ്. എന്നിട്ട് പിന്നെ അത് സ്പ്രേ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് ലിക്വിഡ് വെച്ചിട്ടും ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ വാങ്ങിക്കുന്ന ലിക്വിഡ് ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ എന്തെങ്കിലും ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ സൊല്യൂഷൻസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് വേണമെങ്കിലും ക്ലീൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഡെറ്റോളിൻ്റെ എടുക്കാനായിട്ട് കാരണം അത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നോർമൽ ഡെറ്റോളല്ല, ഒരു ബ്ലൂ കളറിൽ വരുന്നുണ്ട്. അപ്പം അത് വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ റൂമും ഒക്കെ നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ അത് വെച്ചിട്ട് എല്ലോടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ആ ഒരു ബെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതത് പ്ലേസിലേക്ക് അങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ മിററും ആ ഒരു ലിക്വിഡ് വെച്ചിട്ട് അങ്ങനെ ക്ലീൻ ചെയ്തിടുകയാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ മിററും ഒക്കെ ക്ലീൻ ചെയ്യുമ്പം നമ്മളുടെ മൈക്രോ ഫൈബറിൻ്റെ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല നീറ്റായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് അങ്ങനെ ക്ലീൻ ചെയ്തിടുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫ്ലവർ വേസ് ഉണ്ടായിരുന്നു. അപ്പം ഇത് ഞാൻ ആ ഒരു സെയിം ലിക്വിഡ് വെച്ചിട്ട് തന്നെ ഒരു ടിഷ്യൂലാക്കിയിട്ട് അതിങ്ങനെ ക്ലീൻ ചെയ്തിടുകയാണ്. കാരണം അതിൽ നന്നായിട്ട് പൊടി ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പോയി വന്നതിന് ശേഷം അതും കൂടെ ക്ലീൻ ചെയ്തിടാനായിട്ടുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂടെ അതും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ആ ഫ്ലവർ വേസ് ആ ഒരു ബെഡ് ലാമ്പിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ കട്ടിലിട്ടുള്ള ആ ഒരു ഭാഗവും അതേപോലെ തന്നെ ലാമ്പ് വെച്ചിട്ടുള്ള ആ ഒരു സൈഡ് ടേബിൾ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് ബെഡിൽ നിന്ന് ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മളിതൊക്കെ അടിച്ചു വാരിയിടുമ്പോൾ ആ ഒരു പൊടിയും കാര്യങ്ങളൊന്നും ബെഡിലേക്ക് ആവണ്ടെന്ന് വിചാരിച്ച് അതുകൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ബെഡ്ഷീറ്റ് മാറ്റാമെന്ന് വിചാരിച്ചിട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബെഡ്ഷീറ്റ് അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി വേറൊരു പുതിയ ബെഡ്ഷീറ്റ് വിരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റാണ് കേട്ടോ വിരിക്കാനായിട്ട് പോണത്. ഇത് ഞാൻ ലുലുവിൽ നിന്ന് വാങ്ങിയിട്ട് ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ വാങ്ങിയതിന് ശേഷം കഴുകിയിട്ട് അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റ് വിരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഈ ഒരു വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വിചാരിക്കുന്നുണ്ടായിരിക്കും എൻ്റെ ഡ്രസ്സ് മാറിയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ മോളെ വിളിക്കാനായിട്ട് താഴത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ടാണ് കേട്ടോ പോയത്. അപ്പം പിന്നെ ഈ ഒരു ബെഡ്ഷീറ്റും കൂടെ വിരിച്ചിടുന്നുണ്ട്.
നമ്മളെപ്പോഴും ക്ലീൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ വേഗം നമ്മളുടെ അടുക്കളത്തെ കിച്ചണിലത്തെ പണികളൊക്കെ തീർത്തിട്ട് വേണം ഇതിന് നിൽക്കാനായിട്ട്. കാരണം നമ്മൾ ഈ ഒരു ക്ലീനിങ് നടക്കുന്ന സമയത്ത് തന്നെ ഇടയിൽ കൂടെ പോയി ഫുഡ് ഉണ്ടാക്കലും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് തന്നെ ആകെ തിരക്കാവും. ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും കൂടെ സമയം എടുത്തിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഫ്രീ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം എണീറ്റ് പാടെ തന്നെ ആ ഒരു കിച്ചണിലത്തെ ഫുഡ് ഉണ്ടാക്കലും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ലീനിങ് ഒന്നുകൂടെ ഒന്ന് ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാൻ ആദ്യം തന്നെ നേരത്തെ എൻ്റെ ഉച്ചക്കുള്ള ഫുഡൊക്കെ ആവൂട്ട. രാവിലത്തെ ഫുഡിൻ്റെ കൂടെ തന്നെ ഉച്ചക്കുള്ള എന്താ പറയുക ഫുഡെല്ലാം ആവും. അത് പിന്നെ മക്കൾ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറേ സമയം ഫ്രീ ആണ്. ഒരു 11:30 വരെ ഞാൻ ഫ്രീ ആണ് കേട്ടോ. ആ ഒരു സമയത്താണ് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുക. ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതും കൂടെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം ഒന്നുകൂടെ ഒന്ന് ഈസി ആവൂട്ടാ. പിന്നുള്ളത് ഈ ഒരു വിൻഡോ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മളുടെ റൂമിൻ്റെ മെയിനായിട്ടുള്ള വിൻഡോ ആണ്. പക്ഷേ ഞാൻ വന്ന സമയത്ത് ആ ഒരു ക്ലീനിങ്ങിൽ ഇതൊക്കെ ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വല്ലാണ്ട് ഒരു പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷേ പിന്നെ കാണുന്ന ആ ഒരു പൊടിയൊക്കെ ഉള്ളത് പുറത്തുള്ള ആ വിൻഡോയുടെ പുറത്തായിട്ടാണ്. അത് പിന്നെ അങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പമല്ല. എന്നാലും എന്തായാലും ഫുള്ളായിട്ടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സൺലൈറ്റ് തീരെ കിട്ടില്ല എന്നുള്ളതാണ്. ബാക്കിയെല്ലാം ഓക്കെ. പക്ഷേ ഹോളിലാണെങ്കിലും റൂമിലാണെങ്കിലും തീരെ സൺലൈറ്റ് ഉണ്ടാവില്ല കേട്ടോ. ഞാൻ മുന്നത്തെ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ റൂം അടിച്ച് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ന് പറയുന്നത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മളെ കയ്യിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് അതുപോലെ തന്നെ കട്ടിലായാലും ടേബിളൊക്കെ ആയാലും അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കിയിട്ടിട്ടൊക്കെ നമ്മൾ ഒന്ന് മാറ്റങ്ങൾ വരുത്തിയിട്ടേ ഉള്ളൂ. പിന്നെ വാങ്ങിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കോർണറിൽ വെക്കാനായിട്ട് ഈ ഒരു ഹാങ്ങറാണ് കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെയർ എടുത്ത് മാറ്റിയിരുന്നു. ഇതുപോലെ എന്തെങ്കിലും യൂസ് ആക്കിയ ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലായിട്ട് ഇട്ടിരുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് ഈ ഒരു ഹാങ്ങർ വാങ്ങിച്ച് അപ്പോൾ ഒന്നുകൂടെ ഒന്ന് നീറ്റായിട്ടിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നിട്ട് പിന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ ക്യാൻഡിൽ ഹോൾഡറൊക്കെ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഭംഗിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മണി പ്ലാന്റൊക്കെ വെച്ചിട്ട്, കാരണം ആ ഒരു ടേബിൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കേണ്ട എന്നൊരു രീതിയിൽ ഒന്നുകൂടെ ഒന്ന് ഭംഗിയാവാനായിട്ട് ഇതുപോലെ വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കയ്യിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഭംഗിയാക്കി എടുക്കാം കേട്ടോ. നാട്ടിൽ പോയ സമയത്ത് കുറേ ചെടികളൊക്കെ ഇങ്ങനെ ഉണങ്ങിപ്പോയി. കാരണം ആ ഒരു സമയത്ത് വെള്ളമൊന്നും കിട്ടാഞ്ഞിട്ട്. പിന്നുള്ളത് ഓരോന്നും ഇങ്ങനെ ശരിയാക്കി വരണുള്ളൂ കേട്ടോ. ഓരോന്ന് ഉഷാറായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്നൊരു പോട്ട് എടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റൂമിൻ്റെ ഒരു സൈഡിലായിട്ട് എപ്പോഴും ഒരു ഡസ്റ്റ്ബിൻ വെക്കണത് നല്ലതാണ് കേട്ടോ. ഇതുപോലെ എന്തെങ്കിലും വേസ്റ്റൊക്കെ ഇടാനായിട്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ശരിയാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ഇതാ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് റൂം ചെറുതായി ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മേക്ക് ഓവർ എന്ന് പറയാൻ പറ്റുമോയെന്നറിയില്ല. എന്നാലും നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ വൃത്തിയാക്കിയിട്ട് അത്രയേ ഉള്ളൂ. കുറേ സാധനങ്ങൾ വെക്കുക അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഉള്ള സാധനം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതുള്ളൂ. പിന്നെ കബോർഡിനുള്ളിലൊന്നും അങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ടുണ്ടായിരുന്നില്ല. കാരണം വന്ന സമയത്ത് അതൊക്കെ ഒന്ന് ഒതുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇതിലതൊന്നും ഇൻക്ലൂഡ് ആവാതിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കബോർഡ് എന്ന് പറയുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റങ്ങളൊന്നും വരുത്തിയില്ല. കാരണം നമ്മൾ ആ ഒരു കബോർഡ് തന്നെ അത്യാവശ്യം നീക്കാൻ നല്ല വെയിറ്റും ഉണ്ട്. പിന്നെ എളുപ്പമല്ല കേട്ടോ അത് നീക്കാനായിട്ട്. പിന്നെ ഒരു സമയത്ത് ഞാൻ അതുപോലെ കുറച്ച് കഷ്ടപ്പെട്ട് നീക്കിയൊക്കെ ഇട്ട് നോക്കിയപ്പം എങ്ങനെ ഇട്ടിട്ടും ഇപ്പം ആ കിടക്കുന്ന വൃത്തിയിൽ വേറെ എവിടെയും ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മാറ്റം വരുത്തിയില്ല. അങ്ങനെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.